ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ഒക്ടോബർ 17, സമയം ഏകദേശം 9:20 കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷനിലാണ്. റെഗുലർ ക്വാണ്ടിറ്റി ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഫയേഴ്സ് ആണ്. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. ഒരു ടെംപ്ലേറ്റ് സ്ട്രക്ചർ അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് എല്ലാവർക്കും ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊരു അപ് ട്രെൻഡിങ് മാർക്കറ്റാണ്, സ്ട്രോങ് ബുള്ളിഷ് മാർക്കറ്റാണ്. അല്ല, ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ നമുക്കറിയാം. ആൻഡ് ഇപ്പം നടന്നിരിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് എന്താണ് പറയുന്നത്? പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബയേഴ്സാണ് സ്ട്രോങ്, ബയേഴ്സാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അഗെയിൻ ഈ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് ആരാണ് വീണ്ടും വരിക? ബയേഴ്സാണ് വരിക. സെല്ലേഴ്സ് ഒരിക്കലും ഇവിടെ വരില്ല. ബയേഴ്സാണ് ഇവിടെ അഗ്രസീവ് ചെയ്യുക. നമുക്ക് ഒരു ന്യൂ ബയേഴ്സ് എന്ന് പറയാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മൂവ്മെൻറ്റ് മിസ് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ, ഐ മീൻ എക്സ്പേർട്ടുകൾ, അതായത് പ്രൊഫഷണൽസൊക്കെ ഇവിടെ ആയിരിക്കും ട്രേഡുകളനുസരിച്ച് ചെയ്യുക. സ്കാൽപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒരു ബെസ്റ്റ് പോയിന്റാണ്. ഓക്കെ, സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു മൂവ്മെൻറ്റിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൂവ്, റൈറ്റ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ അതുവരെ നമുക്കും എൻ്റെ ഒരു ടാർഗറ്റ് അവിടെ കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ തീരെ സ്ലോ മൂവ്മെൻറ്റ് ആണെങ്കിൽ കുറച്ചധികം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, കഴിഞ്ഞ ദിവസത്തെ പോലെ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇത് എൻ്റെ അനാലിസിസ് ആണ്. ഇത് റോങ് ആവാം അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ ഇവിടുന്ന് താഴോട്ടും വരാം. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെവലിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് എൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. കൺസിഡറിങ് ഒരു പ്രീമിയത്തിൽ ഈ ഒരു വോളറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 60 to 100 പോയിന്റ് വരെ മാക്സിമം പ്രീമിയം മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലോസ് എനിക്കറിയാം, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ, ബുക്ക് ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. സിമ്പിൾ ട്രേഡാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ട്രേഡ് എടുത്ത ഉടനെ തന്നെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ നല്ലൊരു സൈൻ തന്നെയാണ്. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു 60 പോയിന്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ നല്ലൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിന് എപ്പോഴും സിമ്പിളായിട്ട് കാണുക. ഒരു ട്രേഡിംഗ് സിസ്റ്റം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കാം. ഈവൻ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ കോഴ്സ് സെല്ല് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പം സ്റ്റുഡൻസിനോട് ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പം പല ആൾക്കാരും ചോദിക്കുകയാണ്, ഇത്രയും ട്രേഡറായിട്ടും എന്തിനാണ് കോഴ്സ് സെല്ല് ചെയ്യുന്നത്? സിമ്പിൾ ആൻസർ ആണ്, അത് ഒരു അഡീഷണൽ ഇൻകം ആണ്, റൈറ്റ്. അത്രയേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ആൻഡ് എനിക്ക് ആവുന്ന തരത്തിലുള്ള ട്രേഡിംഗ് മാസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, കോഴ്സിൻ്റെ പേരാണ് ട്രേഡിംഗ് മാസ്റ്ററി. ആ സ്റ്റുഡൻസിന് വേണ്ടി എനിക്ക് മാക്സിമം ഞാൻ എല്ലാ ദിവസങ്ങളിലും എന്തൊക്കെയാണ് എൻ്റെ വ്യൂ, ഈവൻ പ്രീ മാർക്കറ്റ് വീഡിയോ, ഞാൻ ഇന്ന് ബൈ എൻട്രി ആണ് എടുക്കാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ പ്രീ മാർക്കറ്റിൽ തന്നെ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബാച്ച് ഓൾറെഡി ഫുള്ളാണ്. ആൻഡ് ബാച്ച് 50 എനിക്ക് തോന്നുന്നു ഒക്ടോബർ 26 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ MTJ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, കോഴ്സ് 4 ദിവസത്തെ ക്ലാസ്സാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി, പിന്നെ ട്രേഡിംഗ് വ്യൂ, കുറച്ച് പ്രീമിയം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ലൈഫ് ടൈം ആക്സസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ലേണിങ്ങിന് വേണ്ടി ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതുവഴി എനിക്ക് ആവുന്ന രീതിയിൽ എല്ലാ ദിവസങ്ങളിലും എന്തൊക്കെയാണ് മാർക്കറ്റിൽ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അപ്പോൾ ഈ കോഴ്സിൽ എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തരാവുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് എന്നോട് റീഫണ്ട് ചോദിക്കാവുന്നതാണ്. സോ റീഫണ്ട് ഞാൻ ചെയ്തു തരുന്നതാണ്. അതാണ് എൻ്റെ കോൺഫിഡൻറ്റ്. പിന്നെ നിങ്ങൾ ഈ കോഴ്സ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ് അതിൻ്റെ റിസൾട്ട് തരിക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആണ് ഉള്ളത്. വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഓൾമോസ്റ്റ് ടാർഗറ്റ് അടുത്ത് എത്തിയിട്ട് കുറച്ച് നേരം കൊണ്ട് ഇന്ന് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിയർലി ഓൾ ടൈം ഹൈൻ്റെ അടുത്തൊക്കെ ഞാൻ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഹൈൻ്റെ അടുത്ത് വരെ എത്തുവാണെങ്കിൽ ഈസിലി ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. നിയർലി ഒരു 200 പോയിന്റ് കൂടി വന്ന ഓൾ ടൈം ഹൈ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടത്തും. ഓക്കെ, എനിവേ ഇന്നല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ ബ്രേക്ക് ഔട്ട് നടത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഒരു ടാർഗറ്റ് കിട്ടുന്നവരെ. ഓക്കെ ട്രേഡേഴ്സ്, സോ ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടുന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് ഒരു 100 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രീഡി അത്യാഗ്രഹമൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ തിയറി. സോ ഞാനിവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി ഒരു 100 പോയിൻ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.